വേണ്ട സർ. പിടിക്കടോ. അതെ, ഓസിന് പോണ പോലീസുകാരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിന് കിട്ടില്ല മോനെ. അപ്പൊ ഇന്ന് വൈകുന്നേരം അങ്ങാടിയിൽ ഒരേ സമയത്ത് 2 പാർട്ടിക്കാരുടെ പ്രസംഗം. കേട്ടു. അങ്ങാടിയിൽ 2 കൂട്ടരുടെയും അനൗൺസ്മെന്റ് കേട്ടു. ഹായ്, എന്താ രസം. പൂരപ്പറമ്പിൽ ഇറങ്ങിയത് പോലെയല്ലേ. വൈകുന്നേരം ആയ യുദ്ധക്കളം. കുത്തും കൊലയും കൊടൽമാല കൊണ്ട് ഡെക്കറേഷനും നടക്കും. എന്റെ കർത്താവേ, പിരിയാൻ ഇനി 1.5 കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. അതൊന്ന് ഫാസ്റ്റ് അടിച്ചു തന്നാ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതിനെ എറിയാനറിയാവുന്നതിൽ വടി തരൂല്ലോ. എന്നാ പിടിച്ചറാ വടി. ഞാൻ ഈ വടിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ സാറ തൊപ്പി ഞൂരിത്ത എന്നിട്ടൊരു തോക്ക് കൊടുത്തുക. ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി പട്ടാന്ന് വെടിവെച്ച് പണി ഞാൻ ഒപ്പിച്ചേരാം. അത് ഞാനെടുത്ത് തരണ. നീ ആ തോക്ക് ഇങ്ങടുത്ത് എന്റെ നടുനിഞ്ച് നോക്കി ചറപ്പറാന്ന് 4-5 വെടി അങ്ങ് വെക്കടാ. സാർ തോക്കെടുക്കാൻ ഇതെടുത്താ കോട്ടേജ് കൊണ്ടുവച്ചേ. ഓ, ഈ 2 ഹെഡ് കോൺസ്റ്റബിൾമാര് കൂടി ഒപ്പിച്ച പുലുമാലിന്ന് എങ്ങനെയാ തടി ഊരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഇന്ന് ഇത്ര കിട്ടിയുള്ളൂ. നീ ഏത് ശവത്തിന്റെ കണ്ണീന്നും മൂക്കീന്നും മാന്തിയതാടാ? അല്ല, ഇന്ന് ചന്ത ഹൗസ് ആയതുകൊണ്ട് പിള്ള സാറ് പറഞ്ഞൊരു പിരിവെടുത്തിട്ട്. അതെ, നീ ഇവിടുത്തെ ആരാ? അയ്യോ, അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ? അറിയാം. എടാ, ഇവിടെ ചില പോലീസുകാർക്ക് നേരും നെറിവും മനസാക്ഷിയും ഇല്ല. അതിന് അവര് പറഞ്ഞ ന്യായം ഞങ്ങള് പോലീസായി പോയിന്നാ. പോലീസ് അല്ലാത്ത നിനക്കെങ്കിലും ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? ചെല്ലേ. സാറാമേ, എല്ലാ തവണത്തെ തെങ്ങും തൈ പോലെ അല്ല ഇത്. മുറ്റത്ത് വെച്ചാ അപ്പ കായ്ക്കും. അയ്യോ, എന്നാ വേഗം കൊണ്ടുപോയി പുറത്തു വയ്ക്ക്. നിങ്ങളുടെ തലയിൽ എന്താ മനുഷ്യ? തൊപ്പി. ആ, അതിന്റെ താഴെ എന്താന്നാ ചോദിച്ചത്? പിന്നാക്ക്. എന്താ? ഭരണിയിലെ കാര്യം പറഞ്ഞതാ. അതെ, കുറച്ചുകൂടെ കഴിയുമ്പോ ഈ തൊപ്പി അവരങ്ങോട്ട് ഊരി മേടിക്കും. പിന്നെ കേറി കിടക്കാൻ ക്വാർട്ടേഴ്സ് കാണില്ല. 20 സെന്റ് സ്ഥലമുള്ളത് 25 കിലോമീറ്റർ ദൂരെയാ. കണ്ണി കണ്ട തൈയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കും. അത് വാടി ഉണങ്ങി പോവുകയും ചെയ്യും. ഉത്തമ, പെണ്ണ് പ്രായം തികഞ്ഞ് വരികയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കട്ടാ. എന്ത്? പെണ്ണ് പ്രായം തികഞ്ഞു വന്നു എന്നുള്ളത്. മനുഷ്യ, നിന്റെ വീട് പണിയോടെ വരെയായി? എന്റെ വീട് പണിയാ. നിങ്ങളുടെ അല്ല, ഇവന്റെ. പെയിന്റിങ്ങിന്റെ പണി ഏകദേശം കഴിയാറായി. പിന്നെ വയനാട്ടിൽ നിന്ന് ഒരു കൂപ്പിൽ ഏലത്തിനെടുത്തുണ്ട്. അത് കഴിഞ്ഞോണം മരപ്പണി തുടങ്ങാൻ. AC പണി കഴിഞ്ഞു. പിന്നെ ഫ്ലോറിംഗിന്റെ പണി തുടങ്ങാൻ നല്ല ഇറ്റാലിയൻ മാർബിൾ കിട്ടാനില്ല. ASI ചെറിയാൻ സാറിന് കേറി കിടക്കാൻ വീടില്ല. പിന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചായ കൊണ്ട് കൊടുക്കണം. എന്റെ കാര്യം ഒരു പൊരത്തറ കെട്ടിയിട്ടുണ്ട് ചേച്ചി. അത് തന്നെ വലിയ കാര്യം. അയ്യോ, നിന്റെ ഊണ് കഴിഞ്ഞില്ലേ? തുടങ്ങിയിട്ടുള്ളൂ. അമ്മോ, എനിക്ക് ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ണാം. എന്താ ചെയ്യാ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണ ഒരു ഉണ്ണാമൻ. പാത്രം അവിടെ വെച്ചിരിക്ക. പാത്രം കണ്ട അപ്പ വന്നിരിക്കും പിശാശ്. റോസിയ, ഇപ്രാവശ്യം 10ാം ക്ലാസ് ആണ്. പത്രത്തിൽ പടം വരുത്തിക്കണം. പടം വരും. ഇവിടെ ഏതെങ്കിലും കോന്തന്റെ കൂടെ ഓടി പോകുമ്പോ പടം വരും. അതൊന്നുമല്ല, അവൾക്ക് ഇപ്രാവശ്യം റാങ്ക് അല്ലടി. എന്താ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇതിന്റെ അല്ലേ വിത്ത്? അതൊന്നുമല്ല, ഇപ്രാവശ്യം അവൾ അപ്പച്ചനെ ഞെട്ടിക്കും. എന്ത് കുമ്പളം കുത്തിട്ട? ഇന്ന് എന്താ ഓട്ടോറിക്ഷയിൽ ഒരു എഴുന്നള്ളിപ്പ്? അതിനും ഒരു സംഖ്യ മുടിപ്പിക്കോ? പോലീസുകാരുടെ പിള്ളേർക്ക് എന്തിനാ സാറേ കാശ്? രാവിലെ ബസ്സിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ അവർക്കൊരാഗ്രഹം വൈകുന്നേരം ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോരണമെന്ന്. ഞാൻ ആ ജോസിന്റെ വണ്ടിയുടെ ചാവി ഇങ്ങോട്ട് വാങ്ങി. തരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവന്റെ പേരിൽ പെറ്റി കേസ് 3. പിള്ളേരും ഹാപ്പി. അപ്പൊ നീയും ഹാപ്പി ആയിക്കോ. എന്നെ സാറേ വിശേഷം? ഇന്ന് ശമ്പള ദിവസല്ലേ? ഞാൻ ആ ബാക്കി പിരിവ് കൂടി നടത്തട്ടെ. ആ സാറന്മാരെ, മാസം 1-ാം തീയതിയാണ്. ആ പിരിവുകളൊക്കെ ഇനി കിട്ടിയിരുന്നെങ്കിൽ. നീ നാളെ എന്റെ 100 രൂപ എന്ത് ചെയ്ത്? എന്റെ പിള്ള സാറേ, നമ്മള് തമ്മിലൊരു പിടിവലി എന്നാത്തിനാ? ഉത്തമോ, മാസം തികയുമ്പോ അനക്കുകൊള്ളാം. എന്നാ സാറേ, ഞാൻ പെറുവോ? ഇവിടത്തെ പിരിവ് പോരാഞ്ഞ് ക്വാർട്ടേഴ്സിലത് വേറെ. ഈ പോലീസ് സ്റ്റേഷനിലെ പണിയൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും സാറേ? ഇവിടത്തെ പണി പോരാഞ്ഞിട്ട് ക്വാർട്ടേഴ്സിലെ പണി, പിന്നെ നാട്ടിലെ പണി, ഇവിടത്തെ ജീപ്പ് ഓടിക്കണം, പാസ്പോർട്ട് എൻക്വയറിക്ക് പോകണം, പ്രതികളെയും കൊണ്ട് കോടതിയിൽ പോകണം. ഇനി ഏതെങ്കിലും പ്രതികളെ കിട്ടാതെ വന്ന പകരം ഞാൻ ഇതിനകത്ത് കയറി കിടക്കണ്ടേ സാറേ? ഓ, അതിനിപ്പോ നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കേണ്ടി വന്നിട്ടില്ല. ട്രെയിനിങ്ങും അതിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ട്രാൻസ്ഫറേ ഇല്ല, റിട്ടയർമെന്റും ഇല്ല സാറേ. സാറൊക്കെ ഒരു 55 കഴിയുമ്പോ തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരിക്കണ്ടേ? ഉത്തമം മരിക്കുന്നവരെ പോലീസാ. നീ താണ്ടാ പോലീസ്? അതെ സാർ, ആയുഷ്കാല പോലീസ്. സാറേ, ഒരു സംശയം കുറെ ദിവസമായിട്ട് ചോദിക്കണം വിചാരിച്ചിരിക്കുക. എന്തേ? സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ IGക്ക് കണ്ണില്ലായിരുന്നല്ലേ? അല്ല, ഈ നീളത്തിലോരത്തിന് പോലീസിൽ എടുത്തോണ്ട് ചോദിച്ചാ. എടോ, അവനെ കണ്ടു പഠിക്കണം. ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടന്ന് മഞ്ചാടിക്കുന്നിന്റെ നിറയില് 5 സെന്റ് മണ്ണും അതിലൊരു പുരത്തറയും അവൻ സ്വന്തമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. കാത്തിരിക്കാൻ മഞ്ചാടിക്കുരു പോലൊരു പെൺകുട്ടി.
മതിലിൽ ഉത്തമൻ ചേട്ടന്റെ തല. എടാ ഉത്തമേട്ടന്റെ തല മാത്രല്ല ബാക്കി മതിലിന്റെ അപ്പുറത്ത് കാണും. ആർക്കറിയാം ആ എസ് ചെറുത്താൻ പാവത്തിന്റെ തലയും വെട്ടി മതിലിന്റെ മുകളിൽ വെച്ചാണെന്ന്. അല്ല ജീവനുണ്ട്, ദേ ചിരിക്കണോ? പാമ്പാവോ? വേണ്ട, പോയിക്കോ. ഞാൻ പോവില്ല, അകത്തുണ്ടെന്ന് പോ. ഞാൻ അങ്ങോട്ട് വരും. പോവാൻ ചീർപ്പവിടെയാണ്. ഉത്തമ സുഖാണോ? സുഖാണോന്ന്? ഇത്തിരി സുഖക്കുറവുണ്ടോ നീ? ഇവനെന്ത് പറ്റി? ഉത്തമോ, പോലീസുകാര് ഞെട്ടിക്കും അല്ലേ? പക്ഷെ ഇപ്പൊ ഞെട്ടിയത് നീ ആയിപ്പോയി. അങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞല്ലേ? ആ പറഞ്ഞു. പിന്നെന്താ സ്റ്റേഷന് മുമ്പിൽ കിടന്ന ഒരു തെക്ക് വടക്ക്? ഉത്തമനെ സ്റ്റേഷനിൽ തിരിച്ചു കയറിയാ കൊള്ളുന്നുണ്ട്. അത് നിന്റെ പെട്ടതല തല്ലി പൊളിച്ചിട്ടാക്കരുത്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? തമാശയാവാം, പക്ഷെ അത് അമ്മയ്ക്ക് വായുളി ഉരയ്ക്കുന്ന സമയത്ത് പറയാനുള്ളതല്ല. ഉത്തമ, എന്തരാണടേ നീ ആളുകളെയൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയ? എന്തേന് പോലീസുകാരെ ചീത്ത വിളിക്കുന്ന കേൾക്കണോ? ചെല്ലുന്നിടത്ത് നിന്ന് പോവാ ചില നമ്പറുകൾ പോലീസുകാരന്മാരെ പതിവാണ്. എസ് ഐ സാറിന്റെ കാര്യം നീ അങ്ങനെ എടുത്താ മതി. ആണോ? എന്നാ നിന്ന് പോകുന്നിടത്ത് നിലനിന്ന് പോനെ ഉത്തമനിന് ചില നമ്പറുകളൊക്കെ കാണിക്കും. ഇനി അങ്ങോട്ടുള്ള എന്റെ കാര്യമൊക്കെ അങ്ങനെ എടുത്താൽ മതി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലണ്ടെന്നല്ലേ സാറ് പറഞ്ഞുള്ളൂ. ക്വാർട്ടേഴ്സിലേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കാം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാം, കുട്ടിക്ക് ചോറ് കൊടുക്കാം, കുട്ടികളുടെ ചന്തി കഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ഇവരൊക്കെ പഠിച്ച എസ് ഐയും എസ് പിയും ഐ ജി ഒക്കെ ആയിട്ട് എന്നെ നാട്ടിൽ തന്നെ തല്ലി ഓടിക്കാൻ. അങ്ങനെ ഇപ്പൊ കുട്ടികൾ പഠിക്കുകയും വേണ്ട, ക്വാർട്ടേഴ്സിൽ ആരോട്ട് പെടുക്കുകയും വേണ്ട. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു വഴിയുടെ? ഈ ബോംബ് കേട്ടോ, ബോംബ്, നാടൻ ബോംബ്, ബെൽറ്റ് ബോംബ്, കുഴി ബോംബ്, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഒരെണ്ണം മേടിച്ചിട്ട് ആരെയും കെട്ടി ഞാൻ എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കുനിഞ്ഞു വന്നിക്കും. അപ്പൊ കാണാം. അങ്ങനെ ഞാൻ ഇല്ലാത്ത സ്റ്റേഷനിൽ ഒരു പുല്ലുകളും ജീവിക്കണ്ട. സ്റ്റേഷൻ പോലെ ഇവിടെ കാണില്ല, പറഞ്ഞേക്കാം ഞാൻ. എന്റെ ശ്രീവാപ്പനാവാ, നീ കയ്യിൽ നിന്ന് പോയാടേ. എന്താണോ പിള്ളേ? അല്ല, ഞാൻ ഇവ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു. പേടിപ്പിക്കല്ലേ? 84 84 85 85 86 86 87 87 88 88 89 100. 89 കഴിഞ്ഞ പിന്നെ 100. നീ ഏത് സ്കൂളിലാണ് പഠിച്ചത്? സ്കൂളിന്റെ കുഴപ്പമില്ല സാറേ, വയ്യാഞ്ഞിട്ടാ. ഇനി അടുത്ത തവണ പിടിക്കുമ്പോ ഈ ഏത്തം കൂടെ ചേർത്തിട്ടേക്കാം. അപ്പൊ നീ ഈ പണി നിർത്താൻ കണ്ടല്ലേ? നിർത്താനാ? കഷ്ടപ്പെട്ട് പഠിച്ച തൊഴിലാണ് സാറിനത് പറയാം. നിങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടും. എന്റെ പോക്കറ്റ് അടിക്കാരായ ഞങ്ങളുടെ കഥ അതാണ്. ഞങ്ങൾക്ക് എവിടെ പെൻഷൻ? കഷ്ടപ്പെട്ടാ ജീവിക്കാം. അപ്പൊ പിന്നെ നീ തുടങ്ങിക്കോ. ചെറിയാൻ, ഓ, മിനിസ്റ്ററുടെ പ്രോഗ്രാമിൽ ചെറിയൊരു വ്യത്യാസം. എന്താണാവോ? ഉദ്ഘാടനം കഴിഞ്ഞ മിനിസ്റ്റർ സുഹൃത്തിന്റെ വയ്യാതെ കിടക്കുന്ന അമ്മയെ കാണാൻ ഇതുവഴി പോകും. ഉറപ്പില്ല, എന്നാൽ നമ്മൾ ഡ്യൂട്ടിക്ക് ആളെ വിടണം വേഗം. അല്ല, കോൺസ്റ്റബിൾസ് 3 പേരും. അവരെവിടെ പോയി? മാധവന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയും കൊണ്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി? അല്ല, ഹോസ്പിറ്റലിലേക്ക് പോയി. ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ പിള്ളയും ഇസ്മയിലും കൂടി കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലോ? താൻ എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളും ഹോസ്പിറ്റലും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലോ? ഉത്തമൻ ആ, ഉത്തമൻ ഇല്ല, അത് തന്നെ. ഒന്ന് നിർത്തോ. ജോലിക്കാരിയാണ് ഞാൻ പറയുന്നത്. ഡ്യൂട്ടിക്ക് ആള് വേണം, ഇല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെൻസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ SP എഴുതും. ഞാൻ ഇനി എവിടെ പോവും എന്റെ കർത്താവേ? കൂലിപ്പണിക്ക് കൊത്താനും കളയ്ക്കാനും തമിഴന്മാരെ വരെ കിട്ടാത്ത കാല. എന്നിട്ടാ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് 3 പോലീസുകാർ വേണമെന്ന് പറയുന്നത്. വല്ല കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് 3 അല്ല 300 പോലീസുകാരെ ആ മന്ത്രിയുടെ സുഹൃത്തിന്റെ അമ്മയുടെ തലയിൽ പണ്ടാറടിക്കാനേ. ഒരാളെ കിട്ടാൻ എന്താ ചെയ്യാ? അതെ, ഒന്നിങ്ങോട്ട് വന്നേ ഒരു മിനിറ്റ്. ഓ, എന്തേ? ഞാൻ മതിയാ. നമ്മളിപ്പോ എവിടെ നിർത്തിയത്? ഓർമ്മയില്ല അല്ലേ? എന്നാ പിന്നെ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. അയ്യോ, ഓർമ്മ 88. 88 അവിടെ നിൽക്കട്ടെ. അതിനാരും കൊണ്ടുപോയില്ല. വേണമെങ്കിൽ 2 പോലീസുകാരെ കാവൽ നിർത്താം. നിന്ന് ഞാൻ ശരിയാക്കി തരാടാ. 1 2
പൂട്ടിക്കും. പോലീസ് സ്റ്റേഷൻ ഞാൻ പൂട്ടിക്കും. അല്ല, ഉത്തമൻ അവിടെ ഇല്ലെങ്കിൽ സ്റ്റേഷൻ താനേ പൂട്ടിക്കോളും. അതിനു മുമ്പ് എന്റെ ഓഫീസ് പൂട്ടല്ലോ മോനെ. രണ്ടാമത്തെ ദിവസമായി നിരാഹാരം. ചാവട്ടെ, ഇവിടെ കിടന്ന് ചാവട്ടെ. പക്ഷെ ഒരു കത്ത് ഞാൻ എഴുതി വെക്കും. എന്റെ മരണത്തിന് പരിപൂർണ ഉത്തരവാദി SI ജയരാജൻ എന്ന കാക്കിക്കുള്ളിലെ കാട്ടാളൻ മാത്രമാകുന്നു എന്ന് മരിച്ചുപോയ സ്വന്തം ഉത്തമൻ. ഓരോ തെളിവുകള് നാളെ കാലത്ത് പത്രത്തിൽ വാർത്ത വരും. അവന്റെ പേരിൽ കേസെടുക്കും. എന്റെ പണി പോയ പോലെ തന്നെ അവന്റെ പണിയും പോകും. എന്നിട്ട് തൊപ്പി തിരിച്ച് തലയിൽ വെക്കാൻ വേണ്ടി അവൻ തേരാപ്പാര അലഞ്ഞു തിരിഞ്ഞ് നട്ടം തിരിയുന്ന എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. നീ ചത്തതിന് ശേഷോ? അതെ, ചത്തതിന് ശേഷം. ഈ താടിയടക്കം കത്തിക്കും ഞാൻ. എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു SI. പിന്നെ പോലീസ് കണ്ടുപിടിച്ച ഇയാളാണല്ലോ. എനിക്കറിയാൻ മേലാണ്ട് ചോദിക്ക. അയാൾ ഈ കാക്കിക്കുപ്പായി ഊരി വെച്ചിട്ട് ചന്തയിലോട്ട് ഇറങ്ങട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. പറയാം. എവിടെ കയറാൻ? ഇത് പോലീസ് ജീപ്പാ. ഇതിനകത്ത് 2 കൂട്ടരെ കാണൂ, പോലീസുകാര് അല്ലെങ്കിൽ ക്രിമിനൽസ്. പിന്നെന്തിനാ ഞാനകത്ത് കയറുന്നത്? കാക്കിക്കുപ്പായം അഴിച്ചു വെച്ച് ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ നീ എന്നെ അങ്ങോട്ട് ഒലത്തിക്കളയുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടാ നിനക്ക്? സാറിന് വലിയ ധൈര്യമാണല്ലോ. അതുപോലെ കുറച്ചൊക്കെ ധൈര്യം എനിക്കുണ്ട്. ചെറുപ്പം മുതലേ നല്ല ധൈര്യമുള്ള പോലീസുകാരോട് ജീവിച്ചവനാ ഞാൻ. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന SI രാമകൃഷ്ണൻ സാറിന് അറിയോ? ഇപ്പം മൂത്ത് DYSPയാ. ഞാനൊന്ന് പറഞ്ഞു കൊടുത്താണ്ടല്ലോ, ജോലി പോയി. ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ്. അറിയാം, അതുകൊണ്ടാണ് എന്നെ ഇവിടെ പിടിച്ച് പുറത്താക്കിയത്. എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഈ പ്രോപ്പർട്ടീസ് കൊണ്ട് എങ്ങോട്ട് പോകും? എടാ, ഈ അങ്ങാടിയിലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് നാണക്കേടാ. അതിലും വലിയ നാണക്കേട്. പതിയെ അതിലും വലിയ നാണക്കേട് അങ്ങാടിയിൽ ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. കാരണം എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോ ഞാൻ പറയുന്നത് കേട്ട് നീ ഈ ജീപ്പിലേക്ക് കയറ്. വലിയ ആൾക്കാരെ നാണം കെടുത്തണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. അപ്പൊ കേറാം, പക്ഷെ കാര്യം എന്താന്ന് പറയണം. പറയണം. വീരനക്ക, എന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോക്കിക്കോളേ. ഞാൻ ഈ വീട് ഷിഫ്റ്റിങ്ങിന് ഒരു തിരക്കിലായിരിക്കും. വണ്ടി കയറാം. SI ഇവിടെ ഇല്ല, SP-യുടെ ഓഫീസിലേക്ക് പോയിരിക്കാണ്. ഇത് നെല്ല് കുത്തിയ പൊടിയേരി രാവിലെ കഞ്ഞിക്കുള്ളത്. അപ്പൊ അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞിട്ടില്ല. കടുമാങ്ങ. കടുമാങ്ങ വളരെ നല്ലതാണ്. പിന്നെന്താ ഉള്ളത്? ഇത് നാരങ്ങാച്ചാർ. നാരങ്ങാച്ചാർ എനിക്ക് ഇഷ്ടാണെന്നേ. ഇത് ഉപ്പിലിട്ടത്. ഉപ്പിലിട്ടത് എന്താണാവോ? ഇവിടെ 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 സാധാരണ എന്താ ഉപ്പിലിടുക? എന്തു വേണമെങ്കിലും ഉപ്പിലിടാം. എനിക്കറിയില്ല ആരെയാണ്. ഇതും നെല്ല് കുത്തിയ അരി. താൻ കുറേ നെല്ല് കുത്തണം. നെല്ലല്ല അമ്പഴങ്ങ കുത്തി അരി ഉണ്ടാവും. ഇവനാരാ? അവൻ ആരാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ആരാ? ഞാൻ കുഞ്ഞിരാമ മേനോൻ. അയ്യ, എന്തിനിത് കണ്ടാർജുടെ കുഞ്ഞിരാമനാണ്. ഇവിടുത്തെ SI ജയരാജിന്റെ അമ്മാവൻ കുഞ്ഞിരാമ മേനോൻ. ഒരു ഒറ്റ അടി വെച്ചെന്നാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് കുഞ്ഞിരാമൻ ചേട്ടനാണെന്ന്. ചായ കുടിക്കണോ സാറേ? ചായ വേണ്ട, പിരിയും. ചായ പിരിയില്ല. ചായ അല്ലടോ, ചായ അകത്ത് എന്നാൽ 2 കൂടി പിരിയും. മറ്റവൻ. അപ്പോ ആ പുറത്ത് നിക്കണ കുട്ടി ആരാണാവോ? അതെന്റെ മോളാ. ഇത് കേസ് മറ്റേത് തന്നെ. എന്താ പരാതി എന്ന് വെച്ചാലേ അവിടെ ഒരു കംപ്ലൈന്റ് ബുക്ക് ഉണ്ട്, എഴുതി വെച്ചിട്ട് പോ. SI സ്ഥലത്തില്ല, വെറുതെ ഡിപ്പാർട്ട്മെന്റിന് പണി ഉണ്ടാക്കി വെക്കരുത്. എക്സ്ക്യൂസ് മീ, താൻ ഇവിടുത്തെ ആളാണോ? ഈ കാക്കി ട്രൗസറും ജീപ്പും കൂടി കണ്ടിട്ടേ എനിക്ക് എന്താ മുനിസിപ്പാലിറ്റിയിൽ തോട്ടിപ്പണിയാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ജയരാജ് സ്ഥലത്തില്ലേ? എന്തോ ജയരാജെന്ന് ഗുരുവായൂർ വെച്ച് ചോറ് കൊടുക്കാൻ നേരത്തെ നിന്റെ മടിയിലിട്ട് കൊഞ്ചിച്ച പേരാണല്ലോ. SIനെ കേറി ജയരാജെന്ന് വിളിച്ചോ? ആരാണെന്ന് നിനക്കറിയോ? ആരല്ലേ? എനിക്കെന്ത് അല്ല, നീ അറിയണം. ഞാൻ കുഞ്ഞിരാമ മേനോൻ, SI ജയന്റെ അമ്മാവൻ, പത്മിനിയുടെ ജ്യേഷ്ഠൻ. ഇല്ല, ചുരുക്കേ പറയുന്നുള്ളൂ. ചുരുക്കി പറയണ്ട. ഇത് ജയരാജ് സാറിന്റെ അമ്മാവൻ, ഇത് ജയരാജ് സാറിന്റെ മുറപ്പെണ്ണ്. ജയരാജ് സാർ കല്യാണം കഴിക്കാൻ നമ്മുടെ പെൺകുട്ടി. സാധനങ്ങൾ എടുത്ത് കാറിൽ വെക്കടാ. വേണ്ട, എന്റെ കാലെ പിടിക്കണ്ട. കാല് പിടിക്കാനല്ല, ഭരണി എടുത്തു വെക്കാനാ. ഓ, ശുദ്ധനാ. ഇവന്റെ പേരാ? പേരുത്തമൻ. അപ്പൊ ശുദ്ധൻ എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, നിഗര പരീക്ഷിക്കണ്ടേ. സോറി. എടുത്തു വെക്കാൻ സാധനം വെക്കണം. ആഹാ, ഏട്ടനും ദേവിക്ക് ഇപ്പോഴേ വിസ കിട്ടിയുള്ളൂ ഇങ്ങോട്ടൊക്കെ പുറപ്പെടാൻ. പിടിക്ക്. വേഗം പിടിക്കടി. ഓ അതെ, 2 പേരും വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? 2 ഞാൻ കരുതിയിട്ടുണ്ട്. ഏട്ടൻ എന്തും കഴിക്കും. ഏട്ടൻ എന്തും കഴിക്കും. ഓക്കെ. ഈ കുട്ടി രക്തബന്ധത്തിലുള്ളവർക്കല്ലേ തിരിഞ്ഞു നോക്കാൻ നേരം ഇല്ലാത്തത്. പകരം ഗുരുവായൂരപ്പൻ കൊണ്ട് തന്നതാ. പെട്ടി സാധനങ്ങളൊക്കെ.
ഉത്തരവേട്ടാ ഓ. ആരാ അത്? ആ ലൗഡ് സ്പീക്കർ സാറിന്റെ അമ്മാവൻ, മറ്റേത് ലൗഡ് സ്പീക്കറിന്റെ മകള്. സാറ് കെട്ടാൻ പോണ പെണ്ണ്. വാ. ഇതൊരു കാട്ടുമുക്കാ മോളെ. ആ പത്മിനി ജയിനോട് എങ്ങനെയുണ്ട്? അവനായിട്ട് കുഴപ്പത്തിനൊന്നും പോവില്ല ഏട്ടാ. ആരെങ്കിലും കുഴപ്പത്തിന് വന്നാ വിട്ടു കൊടുക്കുകയില്ല. അപ്പൊ അച്ഛന്റെ മോൻ തന്നെ. എല്ലാരും കൂടെ പറഞ്ഞു പറഞ്ഞു മൂപ്പര് കൊമ്പത്ത് കയറ്റി. അമ്മാവനിങ്ങ എത്തിയോ? നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു അമ്മാവന്റെ കൂടെ ഏതോ ഒരു മുടി വളർത്തിയ ചെക്കനെന്ന്. ഉവ്വ് ഉവ്വ്. എന്തു പറ്റി രണ്ടുപേരും കൂടെ ഒരു മുന്നറിയിപ്പില്ലാതെ? പത്രത്തിലുണ്ടായിരുന്നല്ലോ. ആഹാ. ഓ പോലീസുകാർ അക്ഷരവിരോധികളാണല്ലോ അല്ലേ? എടീ വെള്ളപ്പാറ്റെ, നീ പോലീസുകാരെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഈ നാട്ടിലെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് മനുഷ്യന്മാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാ. ഇതൊന്നും പോലീസുകാർക്ക് അറിയില്ലെന്നുണ്ടോ? ഈ പറഞ്ഞതൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനീയർച്ചികൾക്കും ബാധകമാണടി. ഓ കണ്ടതും തുടങ്ങി രണ്ടും കൂടി. അതെ, ഇവന്റെ ഒരു വിവരമില്ലാത്തോണ്ട് ഇവളെ. അച്ഛാ ആരും ഒന്നും പറയണ്ട. എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. ആ. ഒന്ന് വരണം. എടീ, തള്ളല്ലടി. ദേ ഇയാൾ എന്നെ കെട്ടുന്നുണ്ടോ? അങ്ങനെയാണല്ലോ കീഴ്വഴക്കം. ഉറപ്പെണ്ണല്ലേ, വേണമെങ്കിൽ കെട്ടാം ഇല്ലടാ. പിന്നെ വേണമെങ്കിൽ കെട്ടാവുന്നതാണ്. ഇനി എന്നാണാവോ മൂത്ത് മൂത്ത് നട്ടല് വരെ നരച്ചിട്ടോ? എനിക്ക് വേണ്ട. എന്നാ പിന്നെ ക്യാൻസൽ ചെയ്യാം. എന്താടാ? അല്ല, പിന്നെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്, പക്ഷെ ക്യാൻസൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ കാര്യം അറിയാനാ ഞാൻ വന്നത്. എന്നെ കെട്ടാൻ ആളുകൾ ക്യൂവിലുണ്ട്. അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കങ്ങനെ. നല്ല ചെത്ത് പയ്യന്മാര്, വക്കീലന്മാര്, എഞ്ചിനീയർമാര്, ഡോക്ടർമാര്. അതെ അതെ, ഊളംപാറയിലെ നല്ല ഒന്നാം തരം ഡോക്ടർമാര്. അവരാകുമ്പോ ഇവളുടെ മരുന്ന് മുടങ്ങില്ല. ദേ അതാര് വേണം ഞാൻ തീരുമാനിച്ചോളാം. ഓ ഉത്തമ. ഓ എടാ, എന്നെ എന്നും വിളിക്കാറുള്ള പെണ്ണില്ലേ? ഏത് പെണ്ണ്? ഇവൻ ഏത്? ഓ കണ്ടത്ര ജാനു. ഓടാ അവിടുന്ന്. ജയേട്ടാ, എനിക്ക് ജയേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ജയേട്ടൻ കെട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവും എന്ന് പറയുന്ന ആ സുന്ദരി പെണ്ണ്, നമുക്ക് അവളെ അങ്ങ് ഉറപ്പിച്ചാലോ? ഉവ്വ് ഈ തമാശ ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ മോന്ത കണ്ടിട്ട് ആര് വിളിക്കാൻ? ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊക്കെ ഒരു ഒത്തു കിട്ടല. ഇതുപോലത്തെ ഒരു പെണ്ണിനെ ഇനി ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ തറവാട്ട് മഹിമയാണെന്ന് പറഞ്ഞു വരികയായിരുന്നു. പോലീസുകാരുടെ വൃത്തികെട്ട ബുദ്ധിയിലെ തലയ്ക്കകത്തുണ്ടാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ല, പീഡന കേസിലാ ഒത്തുട്ടോ. എന്താ ഏട്ടാ? ഹേയ് ഒന്നുമില്ല. ആ. ഇതെന്താ അമ്മ ഇവരിങ്ങനെ? ഞാൻ ആകെ പേടിച്ചു പോയില്ലേ? ഇവിടുന്ന് കീരിയും പാമ്പും പോലെ പോയവരാ, ഇപ്പതാ ചക്കരയും പീരയും പോലെ. അവര് ചെറുപ്പകാലം തൊട്ട് അങ്ങനെയാ. നീ അത് കാര്യാക്കണ്ട. എന്നാലും എനിക്കെന്തോ ഒരു മനസമാധാനം കിട്ടുന്നില്ലമ്മേ. നമുക്ക് ഈ കല്യാണം ഉടനടി അങ്ങ് നടത്തിയാലോ? എന്തിന്, നാളെ തന്നെ അങ്ങോട്ട് നടത്താം. എടീ, സാധനങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ടേ. മൊത്തം എത്ര പേര് കാണും? മൊത്തം ഇപ്പോ സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലൊക്കെ കൂടി വിളിച്ചു വരുമ്പോ പോലീസുകാർ ഒരു 20, 30, 40, 50, പിന്നെ അവരുടെ ഫാമിലിയൊക്കെ കൂടി ഒരു 100 എന്ന് കൂട്ടാം. പിന്നെ ഞാന്, നീ, അമ്മ, അമ്മാവനൊക്കെ കൂടി ഒരു 105. പിന്നെ അമ്മയുടെ പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടാവോ? കൂടെ പഠിച്ചവര്, ഫുഡടിക്കാൻ പാത്തിന് പല്ലക്കുള്ളവരെ. കണ്ണാ, ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാ പെട്ടെന്ന് അങ്ങോട്ട് നടത്താൻ പറ്റുമോ? ജോത്സ്യനെ കാണണം, മുഹൂർത്തം കുറിക്കണം, അങ്ങനെ പലതുണ്ട്. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാലേ നമുക്ക് ആ ജോത്സ്യനെ ഇപ്പൊ തന്നെ പോയി കാണാം. ഓ ഇവന്റെ ഒരു കാര്യം. ഓ എന്താടാ ഇത്? പ്രായം കൊണ്ട് ഇളയതാണെങ്കിലും ഏട്ടന്റെ ഭാര്യ ഏട്ടത്തെയുമാ നല്ലത് വിളിച്ചുകൂടല്ലോ. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എപ്പോഴാ കല്യാണം? ഞാൻ ദേ ഇപ്പൊ റെഡി. ഓ പക്ഷെ ഞാനും റെഡി. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ആഹാ, തറ മാത്രമായിട്ടുള്ളൂ. അത് ശരി. സാർ നോക്കി. അമ്മേ, ജോത്സ്യനെ കണ്ടു, മുഹൂർത്തവും കുറിച്ചു. ഇന്നേക്ക് 10-ാം നാൾ കല്യാണം. അതെ, ആദ്യം കല്യാണം വിളിക്കുന്ന അമ്മയാ. വലിയ ആളും ബഹളമൊന്നുമില്ല, ഒരു ചെറിയ പരിപാടി. അത് പോരാ, കേരളത്തിലുള്ള പോലീസുകാരെ മൊത്തത്തിൽ വിളിക്കണം. പന്തല് മുഴുവൻ കാക്കി കൊണ്ടാണ് നിറയണം. പറ്റിയ വൈകുന്നേരം ആവിടെ പോലീസിന്റെ ഗാനമേളയും. ആണോ? എന്നാ പിന്നെ താലിയിട്ട് കഴിയുമ്പോ ഒരു ലാത്തി ചാർജും ആകാശത്തേക്ക് 2 റൗണ്ട് വെടി. അമ്മേ, നിങ്ങളൊക്കെ വന്നു വേണം ഈ കല്യാണം ഒന്ന് ഉഷാറാക്കി തരാം. ഇതിനു മുമ്പ് കല്യാണം കഴിച്ച് പരിചയമില്ലാത്ത ആളാണേ. ഇവരുടെ രണ്ടുപേരുടെയും ജാതകം നമുക്ക് ആ ജോത്സ്യന്റെ ഒന്ന് കൊടുക്കണം. ഈ വീട് പണി നമ്മൾ ചടപടാന്ന് അങ്ങോട്ട് തീർക്കുന്നു, എന്നിട്ട് ഈ 2 എണ്ണത്തിനും പിടിച്ചങ്ങോട്ട് കെട്ടിക്കുന്നു. ജാതകമൊക്കെ നേരത്തെ നോക്കിയതാ മോനെ, നല്ല ചർച്ച. ആണോടാ? ഓ ജാതകം നോക്കി മനസ്സുകൊണ്ട് കല്യാണം ഉറപ്പിച്ചു. മക്കൾ എത്ര വേണമെന്ന് വരെ തീരുമാനിച്ചു. എത്രണ്ണം വേണം? ഒരെണ്ണോ? 10 എണ്ണം സാർ. ആണോടി? നമസ്കാരം. എത്രയായി? അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. അതെന്താടാ? അല്ല, ഈ വക സാധനങ്ങളൊക്കെ മേടിച്ചാൽ ഞങ്ങള് പോലീസുകാര് പൈസയൊക്കെ കൊടുക്കാൻ. ഇത് പോലീസുകാർ വാങ്ങിയതൊന്നുമല്ല, ഞാൻ വാങ്ങിയതാ. എന്താന്ന് വെച്ചാ കൊടുത്തിട്ട് വാ. ഓ, ഇവിടെ കച്ചവടം തുടങ്ങിയ പിന്നെ ഇന്നേ വരെ പോലീസുകാരിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ നിനക്ക്? ഇല്ല. പിടിച്ചോ.